കോഴിക്കോട് ബീച്ചിലോട്ട് പോകുമ്പോഴാട്ടോ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു നേർച്ച കണ്ടത്. നേർച്ചയുടെ പേര് അപ്പവാണിഭ നേർച്ച എന്നായിരുന്നു കേട്ടോ. എന്നിരുന്നാലും എന്താണ് ഈ അപ്പവാണിഭ നേർച്ച എന്നറിയാൻ വേണ്ടി ഞാൻ ഒരാളോട് ചോദിച്ചേ. ഈ കാണുന്ന 14 തരത്തിലുള്ള പലഹാരങ്ങൾ ഇവിടെ അപ്പങ്ങൾ എന്നാട്ടോ പറയുന്നത്. അപ്പങ്ങൾ ഒരു ഒറ്റ പുതിയിലാക്കിയിട്ട് നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച മാറാ രോഗങ്ങളൊക്കെ മാറുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അടുത്ത് തന്നെ ആകർഷിച്ചത് ഈ അലുവ കേട്ടോ. ഇതാണ് അടിയലുവ. അപ്പവാണിഭ നേർച്ചയ്ക്ക് മാത്രമേ ഈ അലുവ കാണാൻ പറ്റത്തുള്ളൂ. ഈ അലുവ ഒരു 1.5 മുതലാട്ടോ. ഞങ്ങളെ വീട് എറണാകുളം. അപ്പൊ ഇങ്ങനെ പോവായിരുന്നു. ഇതെന്ത് നേർച്ച? ഇത് അപ്പവാളി നേർച്ച. ഷെയ്ഖ് പള്ളിയിലെ അപ്പവാളി നേർച്ച എന്ന് പറഞ്ഞാൽ ഈ അപ്പങ്ങള് അപ്പങ്ങള് തീർന്നു പോയതാണ്. പക്ഷെ 8 കൂട്ടം അപ്പങ്ങൾ. 8 കൂട്ടമൊന്നല്ല, ചിലത് 12 കൂട്ടം ഉണ്ടാവും, ചിലപ്പോ 14 കൂട്ടം ഉണ്ടാവും. അത് ഇപ്പൊ തീർന്നു പോയതാണ്. ഞങ്ങളത് 12 കൂട്ടം അപ്പങ്ങൾ ഉണ്ടായിരുന്നു, തീർന്നു പോയതാണ്. കൈ, കാല്, കണ്ണ്, മൂക്ക്, ചെവി, പല്ല്, പല ഉപയോഗമുള്ള അപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് തീർന്നു പോയതാണ്. പിന്നെ അത് കൂടാണ്ട് ഈ സാധനങ്ങൾ വെള്ളിക്കാല്, വെള്ളിക്കൈ അല്ല, ഇങ്ങനെയുള്ള ആകൃതികൾ അല്ല. ചെവിന്റെ തീർന്ന പിന്നെ തല അല്ല, പിന്നെ കണ്ണ്, പിന്നെ ആണി രൂപം, വെള്ളി രൂപം, ആണി രൂപം അല്ല, അങ്ങനെയൊക്കെയുള്ള പല ഇതുകളുമാണ്. അപ്പത്തിനൊപ്പം കൊടുക്കുക? ഇല്ല, ഇത് എക്സ്ട്രാ വേറാണ്. ഇത് ഓരോരുത്തർ എക്സ്ട്രാ വേറെ നെയ്യത്താക്കുന്നുണ്ട്. അത് വേറെ ചേനുണ്ട്, തൈയുണ്ട്, ഉപ്പുണ്ട്, അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. തീർന്നു പോയതാ. അതിനെത്ര പൊതി? പിന്നെ 10 റുപ്യ ഉണ്ട്. ഇത് 10 റുപ്യ പൊതി. ഞാനുണ്ട് വെള്ളം